കൂട്ടുകാരെ, ഇന്ന് നമുക്ക് സിംഹരാജാവിന്റെ കഥ കേട്ടാലോ? പണ്ടുപണ്ട് ഒരിടത്തൊരു മനോഹരമായ കാടുണ്ടായിരുന്നു. ആ കാട്ടിൽ വിവിധങ്ങളായ നിരവധി മൃഗങ്ങൾ വസിച്ചിരുന്നു. വൃദ്ധനും മടിയനുമായിരുന്ന ഒരു സിംഹമായിരുന്നു ഈ കാട്ടിലെ രാജാവ്. ഈ സിംഹരാജാവ് തനിക്ക് മതിയാവോളം മൃഗങ്ങളെ വേട്ടയാടി കഴിച്ച് അവിടെ കഴിഞ്ഞു. എന്നാൽ പ്രായമാകുന്തോറും സിംഹത്തിന് മൃഗങ്ങളെ വേട്ടയാടുന്നതിന് ഒരുപാട് പ്രയാസപ്പെടേണ്ടതായി വന്നു. പലപ്പോഴും മറ്റു മൃഗങ്ങളോടൊപ്പം ഓടിയെത്താൻ കഴിയാതെയായി. മടിയനായ ആ സിംഹം അതൊഴിവാക്കാനായി ഒരു ബുദ്ധി പ്രയോഗിച്ചു. അതിനായി ഒരു ദിവസം കാട്ടിലെ മൃഗങ്ങളെയെല്ലാം വിളിച്ചുകൂട്ടി. എന്നിട്ട് അവരോടായി ഇപ്രകാരം പറഞ്ഞു: എനിക്ക് പ്രായമായി വരികയാണ്. ഇനി മുതൽ ഞാൻ ഒരു ദിവസം ഏതെങ്കിലും ഒരു മൃഗത്തിനെ മാത്രമേ ഭക്ഷിക്കൂ. എനിക്ക് ഭക്ഷണമാകേണ്ട മൃഗം ഏതാണെന്ന് നിങ്ങൾ തന്നെ തീരുമാനിച്ച് എന്റെ ഗുഹയിലേക്ക് അയക്കണം. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഏതെങ്കിലും കാരണവശാൽ ഇതിൽ എന്തെങ്കിലും മുടക്കം വന്നാൽ ഞാൻ കണ്ണിൽ കാണുന്ന മൃഗങ്ങളെയെല്ലാം ഭക്ഷിക്കുന്നതായിരിക്കും. സിംഹരാജാവിന്റെ വാക്കുകൾ കേട്ട മൃഗങ്ങൾ പരസ്പരം നോക്കി. അവരെല്ലാവരും കൂടിയാലോചിച്ചു. സിംഹരാജാവിനെ എതിർക്കേണ്ട ധൈര്യം ആ മൃഗങ്ങൾക്ക് ആർക്കും തന്നെ ഉണ്ടായിരുന്നില്ല. അവർക്ക് സിംഹത്തിനെ അനുസരിക്കുകയല്ലാതെ മറ്റു പോംവഴിയൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ സിംഹം പറഞ്ഞത് മറ്റു മൃഗങ്ങളെല്ലാം സമ്മതിച്ചു. അവർ ഓരോ ദിവസം ഓരോ വിഭാഗത്തിലെ മൃഗങ്ങളെ വീതം സിംഹരാജാവിന്റെ ഗുഹയിലേക്ക് കൃത്യമായി അയച്ചുകൊണ്ടിരുന്നു. സിംഹരാജാവിനെ ഭയന്ന് അതിന് യാതൊരു വിധത്തിലുള്ള മുടക്കവും അവർ വരുത്തിയില്ല. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. തങ്ങളെ സിംഹം ഭക്ഷിക്കുമെന്നറിഞ്ഞിട്ടും ദിവസവും തിരഞ്ഞെടുക്കപ്പെടുന്ന മൃഗങ്ങൾ സിംഹത്തിന്റെ ഗുഹയിലേക്ക് പോവുക തന്നെ ചെയ്തു. അതിനെ എതിർക്കാൻ ആർക്കും ധൈര്യമുണ്ടായിരുന്നില്ല. അങ്ങനെയിരിക്കെ മുയലുകളുടെ ഊഴമായി. മുയലുകളെല്ലാം ഒത്തുകൂടി കൂട്ടത്തിൽ പ്രായമായ ഒരു മുയലിനെ അതിനായി തിരഞ്ഞെടുത്തു. അതൊരു ബുദ്ധിമാനും സൂത്രശാലിയുമായ മുയലായിരുന്നു. അവൻ തന്റെ സുഹൃത്തുക്കളോട് യാത്ര ചോദിച്ച് സിംഹരാജാവിന്റെ ഗുഹയിലേക്ക് തിരിച്ചു. പോകും വഴി മുയൽ മനസ്സിൽ കരുതി: അറിഞ്ഞുകൊണ്ട് എങ്ങനെയാണ് സ്വന്തം ജീവൻ ബലികഴിപ്പിക്കുന്നത്? പക്ഷേ സിംഹത്തിന്റെ ഗുഹയിലേക്ക് പോകാതിരിക്കാനും കഴിയില്ല. അത് മറ്റു മൃഗങ്ങൾക്കും ആപത്താണ്. ഏതു വിധേനയും സിംഹത്തിന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടണം. ഇത്തരത്തിൽ യാത്രയിലുടനീളം മുയലിന്റെ മനസ്സിൽ സിംഹരാജാവിന്റെ കയ്യിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടാമെന്ന ചിന്തയായിരുന്നു. ആ ബുദ്ധിമാനായ മുയൽ അതിനായി ഒരു പദ്ധതിയും തയ്യാറാക്കി. തന്റെ പദ്ധതി നടപ്പിലാക്കുന്നതിനായി മുയൽ വളരെ വൈകിയാണ് സിംഹത്തിന്റെ ഗുഹയിൽ എത്തിച്ചേർന്നത്. പതിവിനും വളരെ വൈകിയിട്ടും തന്റെ ഭക്ഷണമാകേണ്ട മൃഗം എത്താതിരുന്നതിനാൽ കാത്തിരുന്ന സിംഹരാജാവിന്റെ കോപം ഇരട്ടിച്ചു. ക്ഷമ നശിച്ച സിംഹരാജാവ് മനസ്സിൽ കരുതി: ഇതെന്താണ്, എന്റെ ആഹാരമാകേണ്ട മൃഗം ഇതുവരെയും എത്തിയില്ലല്ലോ. സമയം വളരെയധികം വൈകിയിരിക്കുന്നു. സിംഹരാജാവ് അങ്ങനെ ചിന്തിച്ചു നിന്നതും അതാ വരുന്നു ഒരു മുയൽ. മുയലിനെ കണ്ടതും സിംഹരാജാവ് കോപം കൊണ്ട് ജ്വലിച്ചു. എന്നിട്ട് മുയലിനോട് ചോദിച്ചു: നീ എന്താണ് ഇത്രയും വൈകിയത്? എന്റെ ക്ഷമ പരീക്ഷിക്കാൻ നിനക്ക് അത്രയും ധൈര്യമോ? ഇതും പറഞ്ഞ് സിംഹരാജാവ് മുയലിന്റെ അടുത്തേക്ക് കോപത്തോടെ പാഞ്ഞെടുത്തു. സിംഹത്തിന്റെ കോപം കണ്ട് ഭയന്ന് വിറച്ച മുയൽ പറഞ്ഞു: അല്ലയോ സിംഹരാജാവേ, ഞാൻ മനഃപൂർവ്വം വൈകിയതല്ല. ഇവിടെ വൈകിയാലുണ്ടാകുന്ന വിപത്തിനെക്കുറിച്ച് എനിക്കറിയാവുന്നതല്ലേ. ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്ന വഴിക്ക് അങ്ങയേക്കാളും വലിപ്പവും ശക്തിയുമുള്ള മറ്റൊരു സിംഹത്തിനെ കാണാനിടയായി. ആ സിംഹം എന്നെ ആഹാരമാക്കാൻ നോക്കിയതാണ്. ഞാൻ വല്ല വിധേനയും രക്ഷപ്പെട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത്. ഇത് കേട്ട സിംഹരാജാവിന് ആശ്ചര്യമായി. ഉടൻ തന്നെ സിംഹം മുയലിനോട് ചോദിച്ചു: എന്ത്, ഈ കാട്ടിൽ ഞാനല്ലാതെ മറ്റൊരു വലിയ സിംഹമോ? നീ ഈ കാട്ടിൽ ഇതിനു മുമ്പ് അതിനെ കണ്ടിട്ടുണ്ടോ? ഉടൻ തന്നെ സൂത്രശാലിയായ മുയൽ പറഞ്ഞു: ഇല്ല, ഞാനതിനെ ഇതിനു മുമ്പേ കാട്ടിൽ കണ്ടിട്ടില്ല. പക്ഷെ ആ സിംഹത്തിന് അങ്ങേക്കാളും വലിപ്പവും ശക്തിയുമുണ്ട്. ഏതു വിധേനയും സിംഹത്തിനെ പ്രകോപിപ്പിക്കാൻ തന്നെയായിരുന്നു മുയലിന്റെ ലക്ഷ്യം. മുയൽ അതിൽ വിജയിക്കുകയും ചെയ്തു. തന്നേക്കാളും വലുതും ശക്തിമാനുമായ മറ്റൊരു സിംഹമെന്ന മുയലിന്റെ വാക്കുകൾ കേട്ട സിംഹത്തിന് അത് തീരെ രസമില്ലായി. മറ്റൊന്നും ചിന്തിക്കാതെ ഉടൻ തന്നെ സിംഹം മുയലിനോട് ചോദിച്ചു: നീ എവിടെ വെച്ചാണ് അതിനെ കണ്ടത്? എന്നെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകാമോ? തന്റെ പദ്ധതി വിജയിച്ച സന്തോഷത്തിൽ മുയൽ സിംഹത്തിനോട് പറഞ്ഞു: തീർച്ചയായും ഞാനങ്ങേ അങ്ങോട്ടേക്ക് കൊണ്ടുപോകാം. പക്ഷേ ഇവിടെ നിന്നും അല്പം അകലെയായാണ് ഞാനതിനെ കണ്ടത്. സിംഹം മുയലിനോട് പറഞ്ഞു: ആ, സാരമില്ല, നീ എത്രയും വേഗം എന്നെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകുക. അങ്ങനെ സിംഹരാജാവും മുയലും കൂടി സിംഹത്തിനെ കണ്ട സ്ഥലത്തേക്ക് യാത്രയായി. അതിനായി ആരുമില്ലാത്ത ഉൾക്കാട്ടിലേക്കാണ് മുയൽ സിംഹത്തിനെ തന്ത്രപൂർവ്വം കൊണ്ടുപോയത്. അവിടെ ആഴമുള്ള ഒരു വലിയ കിണറുണ്ടായിരുന്നു. ആ കിണർ കണ്ടതും മുയൽ സിംഹത്തിനോട് പറഞ്ഞു: അല്ലയോ സിംഹരാജാവേ, അതിന്റെ ഉള്ളിലാണ് ഞാൻ ആ സിംഹത്തിനെ കണ്ടത്. എനിക്ക് അങ്ങോട്ടേക്ക് വരാൻ ഭയമാകുന്നു. അതുകൊണ്ട് അങ്ങ് പോയി നോക്കൂ, ഞാനിവിടെ നിൽക്കാം.
ഇതും പറഞ്ഞ് മുയൽ അവിടെ തന്നെ നിന്നു. മുയലിന്റെ വാക്കു വിശ്വസിച്ച സിംഹം മറ്റൊന്നും ചിന്തിക്കാതെ ആ കിണറ്റിനരികിലേക്ക് പോയി. എന്നിട്ട് കിണറ്റിലേക്ക് എത്തി നോക്കിയ സിംഹം ഞെട്ടിപ്പോയി. കിണറ്റിനുള്ളിൽ തന്നെപ്പോലെ മറ്റൊരു സിംഹം നിൽക്കുന്നു. അത് തന്റെ പ്രതിബിംബമാണെന്ന് സിംഹത്തിന് മനസ്സിലായില്ല. അതുകൊണ്ടുതന്നെ ആ സിംഹത്തിനെ കണ്ടതും സിംഹരാജാവിന്റെ കോപം ഇരട്ടിച്ചു. സിംഹരാജാവ് ദേഷ്യത്തോടെ ആ കിണറ്റിലേക്ക് നോക്കി അലറാൻ തുടങ്ങി. തിരിച്ചും കിണറ്റിൽ നിന്നും ഒരു അലർച്ച കേട്ടു. തിരിച്ചു കേട്ട ശബ്ദം തന്റെ പ്രതിധ്വനിയാണെന്ന് മനസ്സിലാക്കാത്ത സിംഹരാജാവിന് തന്റെ ക്രോധം അടക്കാനായില്ല. സൂത്രശാലിയായ മുയലിന്റെ കെണിയിൽ വീണ സിംഹം ഉടൻ തന്നെ മറ്റൊന്നും ചിന്തിക്കാതെ തന്റെ ശത്രുവിനെ വകവരുത്താനായി ആ കിണറ്റിലേക്ക് എടുത്തുചാടി. അങ്ങനെ മുയലിന്റെ വാക്കുകേട്ട് മറ്റൊന്നും ചിന്തിക്കാതെ കിണറ്റിൽ എടുത്തു ചാടിയ സിംഹരാജാവിന് തന്റെ ജീവൻ നഷ്ടമായി. സൂത്രശാലിയായ മുയലാകട്ടെ തന്റെ ജീവൻ തിരിച്ചു കിട്ടിയ സന്തോഷത്തിൽ തിരിച്ചു തന്റെ മാളത്തിലേക്കും മടങ്ങി. കൂട്ടുകാരെ, ഇതിൽ നിന്ന് എന്തു മനസ്സിലായി? എതിരാളികൾ എത്ര കരുത്തരായാലും ബുദ്ധിശക്തിയിലൂടെ നമുക്കവരെ കീഴടക്കാൻ കഴിയുന്നതാണ്.